ഹലോന്ന് പറഞ്ഞ് ചിലക്കുന്നവന്മാര് മിണ്ടായിടാ. നമ്മള് നേരിട്ട് കാസ്റ്റാണോ വെല്ലുവിളിക്കണ പേര് പറയണാണെങ്കില് പേര് പറയും. പേര് പറഞ്ഞില്ലേ, അല്ലാണ്ട് ആണും പെണ്ണിട്ട് പേടിക്കേണ്ട. ആ പേര് പറയാതെ വെല്ലുവിളിക്കുന്ന ആണത്തരല്ല. വെല്ലുവിളിക്കണേ സ്വന്തം പേര് പറഞ്ഞ് വെല്ലുവിളിക്കുക, അതാണ് എല്ലാരും കൊല്ലും. മെട്രി ബേസിക്ക് തരുന്നതാണ് വാടാ. റൊസോക്ക് വെല്ലുവിളിച്ച് പിന്നെ പോച്ചിക്ക് ആണും പെണ്ണ് കെട്ട സ്വഭാവം അത് പേര് വിളിച്ചിട്ട് വെല്ലുവിളിക്കടാ. ആണാസെങ്കിൽ അങ്ങനെയാണ് ആണെങ്കിൽ, അല്ലാണ്ട് എവിടെയാണ് അവര്? അതോ അതോ അവിടെ ഇരിക്കല്ലേ, ഈ കവറിൽ നിൽക്ക്. അവിടെ നോക്കി കാണരുത്. ഓക്കെ, അവിടെ ഇരുന്നോ. ആ വണ്ടിമ്മക്ക് നോക്കിയിരുന്നോ. ആ വണ്ടിമ്മ എത്ര ടയറുണ്ട് തന്നെ. ഒതുങ്ങിയിരിക്ക് കൂപ്പേ. ഇങ്ങെന്താ ഒതുങ്ങിയിരിക്ക്. സ്റ്റണ്ണൊക്കെ എടുത്തിട്ട് നമ്മള് പ്രതികാരം വിട്ടാനെ പോണ. അപ്പൊ ഒതുങ്ങിയിരിക്ക്. ഹലോ ഹലോ ഹലോന്ന് പറഞ്ഞ് ചിലക്കുന്നവന്മാര് മിണ്ടായിടാ. നമ്മള് നേരിട്ട് കാസ്റ്റാണോ ഹലോന്ന് പറഞ്ഞ് ചിലക്കുന്നവന്മാര് മിണ്ടായിടാ. നമ്മള് നേരിട്ട് കാസ്റ്റാണോ ഹലോന്ന് പറഞ്ഞ് ചിലക്കുന്നവന്മാര് മിണ്ടായിടാ. നമ്മള് നേരിട്ട് കാസ്റ്റാണോ പേര് പറഞ്ഞ് കളിക്കാതെടാ. ബാവയല്ല പോയാണ്. എടാ വെല്ലുവിളി വിളിക്കുന്ന പേര് പറടാ. മലയാളി പേര് പറ. വെല്ലുവിളിക്കണ പേര് പറടാ. ആണെങ്കില് പേര് പറയും. പേര് പറഞ്ഞില്ലേ, അല്ലാണ്ട് ആണും പെണ്ണ് കേട്ട പേടിക്കേണ്ട. ആ പേര് പറയാതെ വെല്ലുവിളിക്കുന്ന ആണത്തരല്ല. വെല്ലുവിളിക്കണേ സ്വന്തം പേര് പറഞ്ഞ് വെല്ലുവിളിക്കുക, അതാണ് ആണത്തം. ആ എടാ റൊസോക്കിലേക്ക് വെല്ലുവിളിച്ച് പോകണോടാ. ചിലക്കല്ലടാ. എല്ലാരും കൊല്ലും. മെട്രി ബേസിക്ക് തരുന്നതാണ് വാടാ. റൊസോക്ക് വെല്ലുവിളിച്ച് പിന്നെ പോച്ചിക്ക് ആണും പെണ്ണ് കെട്ട സ്വഭാവം അത് പേര് വിളിച്ചിട്ട് വെല്ലുവിളിക്കടാ. ആണാസെങ്കിൽ അങ്ങനെയാണ് ആണുങ്ങൾ, അല്ലാണ്ട് പേര് പറയാണ്ട് വെല്ലുവിളിക്കാനല്ല. അവന്മാരവിടെ പോയി. നീ നമ്മളിപ്പോ എങ്ങടെ പോവാ? ഞങ്ങൾ പ്രൊമോസ്ക്ക് പോവാ. അപ്പോൾ ഇത് ആദ്യത്തെ തവണ എന്നല്ല, ഇഷ്ടംപോലെ തവണ ഇതേപോലെ ഓൾ ചാറ്റിലൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞാനത് ഒഴിവാക്കി വിടാറാണ് പതിവ്. മാക്സിമം അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വെല്ലുവിളിക്കുക തെറിവിളിക്കുക എന്തെങ്കിലും ചെയ്യുന്ന ടൈമിൽ ഞാനത് ഓൾ ചാറ്റ് ഓഫ് ചെയ്തിടും. എന്നിട്ട് നൈസായിട്ട് ചാട് അങ്ങനെ ഒഴിവാക്കി വിടാറ്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഇപ്പോൾ എൻ്റെ മാത്രമല്ല, ഞാൻ മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സിനൊപ്പം കളിക്കുമ്പോഴൊക്കെ അവരുടെ RP കാണുമ്പോഴൊക്കെ വെറുതെ ഇതേപോലെ തെറി വിളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തെറി വിളിക്കുന്നവന്മാരും ഇതേപോലെ പേര് പറയാതെ ചുമ്മാ മറ്റേ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പാടാം അങ്ങോട്ട് ചാടാന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നവർ ഒന്നേ പറയാറുള്ളൂ. അതായത് ഞാൻ 2-3 ദിവസം മുന്നേ ഞാനൊരു ഫുൾ ഗെയിം പ്ലേ, ഒരു ബംഗാളി ഇതേപോലെ ഓൾ ചാറ്റിൽ ഇതേപോലെ സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫൺ രീതിക്ക്, ഒരു തമാശ രീതിക്കുള്ള ഒരു വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വെല്ലുവിളിയല്ല, ഐം നോട്ട് എ ബിഗ് ഫാൻ ബ്രോ എന്ന് പറഞ്ഞ് തമാശ രീതിയിലാക്കുമ്പോൾ ആ തമാശ രീതിയിൽ കണ്ടന്റ് ആക്കിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം ആദ്യം. മച്ചാന്റെ ആ സംസാരം കേൾക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കാണ്. ഇല്ല മച്ചാനെ, ആ ജീവിതം ഞാൻ ഉപേക്ഷിച്ചു. What's your name? Excel Punisher, bro. Excel Punisher. Come and tell me. Okay. Excel Punisher. Okay. Okay, bro. I'm not your big fan, bro. മച്ചാനെ വെറുതെ കളിയാക്കണ്ട, ഞാൻ വിട്ടുവിട്ട.
അപ്പോൾ ഇതേപോലെ തെറിവിളിക്കുന്നവന്മാരോടും അതേപോലെ പട്ടിശ കാണിച്ച് അവിടെ ചാറ പറയുന്നവരെക്കാളും അന്തസ് ഈ ബംഗാളിക്കുണ്ട്. അതായത് അവൻ വെല്ലുവിളി അല്ലെങ്കിലും പേര് ചോദിച്ചപ്പോൾ അന്തസ്സായിട്ട് അവൻ പേര് പറഞ്ഞത് അവൻ്റെ ബിഗ് ഫാൻ ബ്രോ എന്ന് അവൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അതിനേക്കാൾ അന്തസ് ആ ബംഗാളിക്കുണ്ട് ഇതേപോലെ പട്ടിശ കാണിച്ച് പേര് പറയാതെ ഇതേ പറയുന്ന ആൾക്കാരൊക്കെ അന്തസ്. എടുത്തിട്ട് വിഷയം മിണ്ടാണ്ടിരി ഓപ്പേ. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ മറ്റൊരു സീരിയസ് ആയ ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഇപ്പോൾ ഒരു 2 ഡേയ്സ് മുന്നേ ഞാനൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 300 UC ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിൻ്റെ ഓണറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അതായത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, 300 UC കിട്ടുന്നുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്ത് 24 hours കഴിഞ്ഞാൽ തന്നെ നമുക്ക് 300 UC കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 300 UC കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന രീതിക്കാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ ഒരു ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ വെച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറേ പേര് കമൻറ്റ് അതിൽ കണ്ടു, അത് കിട്ടുന്നില്ല, UC കിട്ടുന്നില്ല, പറഞ്ഞ പോലെ തന്നെ ഒക്കെ ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് പ്രൊമോഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഇല്ലാത്തൊരു കുഴപ്പം എന്ന രീതിക്ക് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. എന്നെ കോൺടാക്ട് ചെയ്ത ആളെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു ഇതേപോലെ UC കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒത്തിരി കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് റീസൺ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ആ ആപ്പിൻ്റെ ഓണറിന് മെസ്സേജ് ചോദിച്ചപ്പോൾ ആപ്പിൻ്റെ ഓണർ അയച്ച ഒരു മെസ്സേജ് പുള്ളിക്കാരൻ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ആ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ട് ദിസ് ടൈം ഹീ വിൽ സഫർ, ഹിസ് വ്യൂവേഴ്സ് ഓൺലി ഫീൽ ചീറ്റഡ്, ഐ വാണ്ടഡ് ടു ഡു ദിസ് ബിക്കോസ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ എന്നുള്ളത്. എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യം അവൻ അനുഭവിക്കണം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുക അവൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചു എന്നാണ് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഐ വാണ്ടഡ് ബിക്കോസ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ. അതായത് അവൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവൻ്റെ ചാനലിലെ ആ വിശ്വാസ്യത കൊളാക്കാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ അവൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അവൻ തന്നെ UC കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള ഇതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഇതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തതും ഇതേപോലെ UC കിട്ടുമെന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് മനഃപൂർവ്വം പറ്റിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം UC കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന രീതിക്ക് ഒരു ഉപകാരപ്പെട്ടോട്ട് വെച്ചിട്ടാണ് ആ ഒരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. പക്ഷേ ഇത് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളീസ്, ഞാനിപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഫേക്കായിട്ട് UC സെല് ചെയ്യുന്ന ഒരു പേജ് ഒരു മെൻഷൻ ചെയ്തൊരു ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒന്നല്ലെങ്കിൽ അതേപോലത്തെ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മലയാളീസ് തന്നെ ഇതിന് പിന്നിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഇവർ ബന്ധമുള്ള ആരെങ്കിലുമൊക്കെ വഴി ഇതേപോലെ ഒരു പണി തന്നതായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദിക്കാരെങ്കിലും ഈ ഒരു ചാനലിനെ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ചാനലിലെ റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടി മനഃപൂർവ്വം തന്ന ഒരു ഫേക്ക് തന്നെ. മീൻസ് നമ്മളെ ഈ UC കിട്ടുമെന്ന് പറഞ്ഞിട്ട്, മീൻസ് ഞാനാണെങ്കിലും ഇപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന രീതിക്കാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷെ അത് നമ്മൾക്ക് തന്നെ ഇട്ട്, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പറ്റിച്ചു എന്ന രീതിക്ക് ആക്കി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവർ കളിച്ചൊരു കളിയായിരുന്നു. അതിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും അത് ഞാൻ അപ്പോൾ തന്നെ ആ ഒരു ഇത് മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കളയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെയും പറ്റിക്കാൻ നോക്കിയതില്ല. അപ്പോൾ നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ. ഒന്നുമില്ല, ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കാട്ടണ്ട, നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നേരെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ റേറ്റ് ദിസ് ആപ്പ്, നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ ഇതേപോലെ റേറ്റ് ദിസ് ആപ്പ് ഉണ്ട്. അതിൽ ജസ്റ്റ് 1 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് കൊടുക്കുക. അത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഫേക്ക് ആപ്പ് എന്നോ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടുക്കുക. അതിന് എന്തൊക്കെയാണെങ്കിലും അതിനനുസരിച്ച് നെഗറ്റീവായി കൊടുത്തിട്ട് നമ്മൾ പോസ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ നമ്മൾ പോസ്റ്റിന് കൊടുക്കുക. ഈ ഒരു റേറ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്യാൻസൽ ചെയ്താലും മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും. അങ്ങനെ നിങ്ങൾ മാക്സിമം എല്ലാവരും 1 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാക്സ് റേറ്റിംഗ് 1 സ്റ്റാർ റേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആപ്പ് റിമൂവ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഒന്നുകൂടി ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിൽ ഫ്ലാഗസ് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ലാസ്റ്റത്തെ അതർ ഒബ്ജക്ഷനോ അല്ലെങ്കിൽ ഇതിന് കൊടുക്കാം. അതർ ഒബ്ജക്ഷൻ എന്തെങ്കിലും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഫേക്ക് ആപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്താണ് അത് കൊടുത്തിട്ട് ഓക്കെ എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മാസ് റിപ്പോർട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ആപ്പ് റിമൂവ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് പണിയൊന്നുമല്ലേ, തിരിച്ച് അങ്ങോട്ടൊരു പണി അതേ നാണയത്തിലേ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബാക്കി വീഡിയോ കാണാം. സോണിക്കറിയല്ലേ വണ്ടിട്ടില്ലേ? വേറുണ്ടോ? നല്ല വേറെ ഏത് നോക്കുള്ളു? എൻ്റെ മറ്റേ നോക്ക് കണ്ണേതാ? M16 എടാ അവന്മാർ മിലിറ്ററീസ് ആണെങ്കിൽ ബ്രിഡ്ജ് ക്യാമ്പ് ചെയ്യണോ?
പ്ലെയറെ കളിച്ചിട്ടുണ്ട് പാലത്തിന്റെ അപ്പുറത്തെ പാലിനപ്പുറത്തോ? അപ്പുറത്തെ പ്ലെയർ അടിച്ചു. നോവേനാണോ നീ അറിയില്ല. ഇന്നലെ ബ്രിഡ്ജ് ഇന്ന പിന്നെ ബ്രിഡ്ജ് ക്യാമ്പിയോ? അവന്മാർ പോയിണ്ടോന്നില്ലെന്നൊരു അറിയില്ല. കേറാൻ ചാൻസ് ഉള്ളൂ. ഈ ബ്രിഡ്ജിൽ കൂടെ കേറാൻ ഈ ബ്രിഡ്ജിൽ കൂടെ കയറുള്ളൂ. പക്ഷെ അവന്മാർ പോയോ ഇല്ലേ, പാസ്സായോ ഇല്ലേന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ കുറച്ചു നേരം നിന്ന് നോക്കാം സോണ് വരുന്നവരെ. I got supplies. ആ ദിയനോട് ഒതുങ്ങിയിരിക്കാറ് എങ്ങോട്ട് വാങ്ങിട്ടോ ദിയ? ഏതാ എന്താ പറഞ്ഞേ? ആരെ പൈപ്പ് പോയിന്റ് വെച്ച് ഇല്ലേ? ആ ഞാനുണ്ടോ? എന്നാ എനിക്കില്ല. ഇങ്ങോട്ട് അങ്ങോട്ട് പോവല്ലേ. ഇവിടെ ഒതുങ്ങിയിരിക്കുക. അവരെ കാണരുത്. അവർ വരുന്ന നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിയരുത്. ഇവിടെ ഒതുങ്ങി കിടന്നോ. ഓക്കെ, അവിടെ ഇരിക്കല്ലേ. ഈ കവറിൽ നിൽക്ക്. അവിടെ നോക്കി കാണരുത്. ഓക്കെ, അവിടെ ഇരുന്നോ. ആ വണ്ടിമ്മക്ക് നോക്കിയിരുന്നോ. ആ വണ്ടിമ്മ എത്ര ടയറുണ്ട് തന്നെ. ഒതുങ്ങിയിരിക്ക്. എന്തിനാ വെടിക്കണ് അതറിയില്ലേ? ഇതിനെ ബോംബിട്ട് കൊല്ലു പറിച്ചു. ഇപ്പൊ ബാക്കിന്ന് വന്ന് അടിക്കുന്ന തോന്നുന്നു. ഈ പോക്ക് പോയി കഴിഞ്ഞു. ഇനി എന്താ ഒതുങ്ങിയിരിക്ക്. സ്റ്റണ്ണൊക്കെ എടുത്തിട്ട് നമ്മള് പ്രതികാരം വിട്ടാനാ പോണ. അപ്പൊ ഒതുങ്ങിയിരിക്ക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ആണ് ചവിട്ടിക്കൊടി. ഞാന് ഒതുങ്ങിയിരിക്ക്. അമ്മര് വരുന്നുണ്ടാണോ? A few moments later. ഇവിടെ എന്ത് നിക്കണം? നമുക്ക് പോവാം. സോണും ഞാൻ വീട്ടിലേക്കല്ലേ. വണ്ടി വരുന്നുണ്ട്. ആ കാറിന്റെ ശേഷം വന്നിട്ട് അടിച്ചാൽ മതിയെ. കാറ് പാസ് ചെയ്തിട്ട് അടിച്ചാൽ മതി. കവറ് കയറരുത്. അവിടെ ഓരുണ്ടെന്നല്ല, കാറ് വരികയാണെങ്കിൽ ആ സ്ഥലല്ലേ അത് കഴിഞ്ഞിട്ട് വരുമ്പോ അടിച്ചാ മതി. അതുവരെ അനങ്ങരുത്. അല്ല ഞാനിത് ആരോടാ പറയണേ? എനിക്ക് അനങ്ങാതിരിക്കാൻ പറ്റൂല. എന്നാ അവിടെ കിടന്നിട്ട് അനങ്ങിക്കോ. ആ അവിടെ അങ്ങനെ വട്ടം കറങ്ങിക്കോ. ബാക്കിന്ന് അടി വരുവാണോ? Search for vehicles. കടന്ന് വട്ടം കറങ്ങാനൊന്നും പറ്റില്ല. ഭയങ്കര സ്ലോ ആണ്. ആ വെള്ളത്തേക്ക് അടിക്കോ. Day 2. സോണ് പറഞ്ഞാല് വെയിറ്റ് ചെയ്യാം. അവന്മാരെ കേട്ടുണ്ട്. I got supplies. ഇവിടെ കാസ്റ്റ് ഇവിടെ വാ. ഇവിടെ വാ.
I got supplies. അയ്യോ മെസ്സേജോട് മെസ്സേജാണ് ഇവിടെ. സോണെന്താ മാറാത്ത Day 3. ലാഗ് ബാക്ക് വരണതാണ് പേടി. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അയ്യോ സോൺ വരണം. അവിടെ നിങ്ങൾ കവറിലേക്ക് എന്തായാലും അവിടെ ഇപ്പോഴും വരാൻ ചാൻസ് ആരും വരാൻ പോണില്ല, എനിക്ക് ബോറടിക്കണം. ഉരിപ്പിനെ കൊണ്ട് വല്ലാത്ത തലക്കാലം കുറച്ചാണ്. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ.